നന്ദിനി 2-ന്റെ എപ്പിസോഡ് 1-ലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഥ തുടങ്ങുമ്പോൾ ഗംഗയ്ക്ക് വിശേഷമുണ്ടെന്നറിഞ്ഞ സന്തോഷത്തിൽ എല്ലാവരും നിൽക്കുകയാണ്. ശേഷം അരുണിന്റെയും ഗംഗയുടെയും വെഡിങ് ആനിവേഴ്സറി ഗ്രാൻഡായി ആഘോഷിക്കുന്ന കാര്യം അരുൺ സഹോദരിയായ മാലതിയോട് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അവിടേക്ക് ഗംഗ വരുന്നു. ഗംഗയെ കാണുന്ന അരുൺ ഗംഗയെക്കുറിച്ച് പുകഴ്ത്തി ഓരോന്നും പറയുകയാണ്. അപ്പോൾ അവിടെ മാലതിയുടെ അമ്മ സെൽവറാണി വരുന്നു. അരുൺ പരിസരബോധമില്ലാതെ ഗംഗയോട് ഓരോന്നും പറഞ്ഞ് റൊമാൻറ്റിക്കായി നിൽക്കുകയാണ്. അമ്മയും മാലതി നിൽക്കുന്നത് കൊണ്ട് ഗംഗ നാണത്തോടെയാണ് നിൽക്കുന്നത്. കുറച്ചു കഴിയുമ്പോൾ കാറ്ററിംഗ് ഓർഡർ ചെയ്യാൻ പോകേണ്ട സമയമായി എന്ന് പറഞ്ഞ് അരുൺ അവിടെ നിന്ന് പോകുന്നു. അടുത്ത സീനിൽ അരുൺ ഗംഗയുടെ വയറിൽ തലവെച്ച് കിടക്കുകയാണ്. എന്നിട്ട് കുഞ്ഞായ ചന്ദ്രകാന്ത് അനങ്ങുന്നു എന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന ഗംഗ കുഞ്ഞ് ജനനിയാണെന്നും ജനനി എന്ന് പേര് മതി എന്നും പറയുകയാണ്. അത് കേൾക്കുന്ന അരുൺ അപ്പോൾ എൻ്റെ വാക്കിന് ഒരു വിലയും ഇല്ലേ, ഇനി എന്ത് ചെയ്യാനാണ്, ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്ന് പറഞ്ഞ് രണ്ടുപേരും സന്തോഷത്തോടെ ഇരിക്കുകയാണ്. അടുത്ത ദിവസം ദേവസേന കുഞ്ഞുവാവ എപ്പോൾ വരുമെന്നും കുഞ്ഞുവാവയെ കൊണ്ട് സ്കൂളിൽ പോകണമെന്നും വാവയുടെ കൂടെ ഗെയിം കളിക്കണമെന്നൊക്കെ ഗംഗയോട് പറയുകയാണ്. അപ്പോൾ അവിടെ വരുന്ന അരുൺ പുരുഷോത്തമൻ അങ്കിൾ അമേരിക്കയിൽ നിന്ന് വന്നിട്ടുണ്ടെന്നും അവർ ബാംഗ്ലൂരിലാണ് ഇപ്പോൾ താമസിക്കുന്നതെന്നും ഇവിടേക്ക് വരാമെന്ന് പറഞ്ഞു എന്നും പറയുകയാണ്. ആ സമയം അവിടേക്ക് ഒരു കാർ വരികയാണ്. കാറിൽ നിന്ന് പുരുഷോത്തമൻ അങ്കിളും ആന്റി വിലാസിനിയും അവരുടെ രണ്ട് മക്കളായ പ്രണവ് നിവേദിതയും വരുന്നു. അവരെ വെൽക്കം ചെയ്യാൻ അരുണും ഗംഗയും ദേവസേനയും പോവുകയാണ്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുകയാണ്. ശേഷം അവരെല്ലാവരും പാലസിന്റെ അകത്തേക്ക് പോവുകയാണ്. അകത്ത് കയറുന്ന അരുൺ അങ്കിളിന് അമ്മയെയും സഹോദരി മാലതിയെയും പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഗംഗ അവർക്ക് കുടിക്കാൻ ചായ എടുക്കാൻ പോകുന്നു. അങ്കിളിന് പാലസ് വളരെ ഇഷ്ടപ്പെടുകയാണ്. ഗംഗ എല്ലാവർക്കും ചായ കൊടുക്കുകയാണ്. നാട്ടിൽ വന്നപ്പോഴാണ് അങ്കിള് അരുണിന്റെ വെഡിങ് ആനിവേഴ്സറിയുടെ കാര്യം അറിഞ്ഞത്. അതുകൊണ്ടാണ് അവർ ഇവിടേക്ക് വന്നത്. അങ്കിളും ഫാമിലിയും പോകുന്ന ട്രിപ്പിലേക്ക് ദേവസേനയും കൂട്ടി കൊണ്ടുപോയിക്കോട്ടെ എന്ന് അങ്കിള് ഗംഗയോട് ചോദിക്കുകയാണ്. അരുൺ അതിന് സമ്മതിക്കുന്നു. ഗംഗ അരുണ് പറഞ്ഞത് ഇഷ്ടപ്പെടാതെ നിൽക്കുകയാണ്. ശേഷം എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നു. ഈ സമയം നോക്കി അരുണിന്റെ അടുത്ത് പോകുന്ന ഗംഗ അരുണിനോട് അവരുടെ കൂടെ ദേവസേനയെ വിടാൻ സമ്മതിച്ചത് എന്തിനാണ്, അങ്കിള് പറഞ്ഞത് തന്നെ ആന്റിക്ക് ഇഷ്ടപ്പെടാതെയാണ് ഇരുന്നത്, ആന്റിക്ക് ഇഷ്ടമില്ലാതെ എങ്ങനെയാണ് ദേവസേനയെ അവരുടെ കൂടെ പറഞ്ഞു വിടുന്നത് എന്ന് ചോദിക്കുന്ന സമയം അവിടെ അങ്കിള് വരുന്നു. അങ്കിള് ഗംഗയോട് വിലാസിനിയുടെ സ്വഭാവം എപ്പോഴും ഇങ്ങനെ തന്നെയാണെന്നും നിങ്ങൾ അതൊന്നും കാര്യമാക്കണ്ട എന്നും പറയുകയാണ്. അത് കേട്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് ഗംഗയും അരുണും. അടുത്ത സീനിൽ പാലസ് മുഴുവൻ ഡെക്കറേറ്റ് ചെയ്തിരിക്കുകയാണ്. വെഡിങ് ആനിവേഴ്സറിക്ക് അരുൺ വിളിച്ചവരെല്ലാം വരികയാണ്. എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുന്നു. അവിടേക്ക് അരുണും ശേഷം ഗംഗയും വരുന്നു. ഗംഗയും അരുണും പരസ്പരം ഹാരങ്ങൾ മാറ്റി ഇടുകയാണ്. ആദ്യം ഗംഗ അരുണിന് ഹാരം ഇട്ട് കൊടുക്കുന്നു. ശേഷം അരുൺ ഗംഗയ്ക്ക് ഹാരം ഇട്ട് കൊടുക്കുന്നു. തുടർന്ന് അവർ രണ്ടുപേരും കൂടി കേക്ക് കട്ട് ചെയ്യുകയും ഗംഗ ഒരു പീസ് കേക്ക് എടുത്ത് അരുണിന് കൊടുക്കുകയും അരുണ് കേക്ക് ഗംഗയ്ക്ക് കൊടുക്കുകയും ചെയ്യുന്നു. ശേഷം എല്ലാവരും അവർക്ക് ഗിഫ്റ്റ് കൊടുക്കുകയാണ്. അരുണും ഗംഗയും സന്തോഷത്തോടെ നിൽക്കുകയാണ്. മറുവശത്ത് ഒരാൾ കാട്ടിന്റെ അകത്തുകൂടി പോവുകയാണ്. അയാൾ ഒരു കറുത്ത ഷീറ്റ് കൊണ്ട് തല മൂടിയിരിക്കുകയാണ്. അയാൾ ഒരു സ്ഥലത്ത് എത്തുമ്പോൾ അവിടെ കുഴിക്കുകയാണ്. കുഴിച്ച് അയാൾ കുഴിയിൽ അസ്ഥികൂടം കാണുന്നു. ആ അസ്ഥികൂടത്തിലെ ഒരു എല്ലെടുത്ത് കയ്യിൽ വച്ചിട്ട് അയാൾ ഗംഗ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ അലറി വിളിക്കുകയാണ്. അടുത്ത സീനിൽ ഗംഗ പ്രസവിച്ച് കിടക്കുകയാണ്. കുഞ്ഞിനെ കാണുന്ന ഗംഗ സന്തോഷത്തോടെ കുഞ്ഞിനെ നോക്കി ഇരിക്കുകയാണ്. ആ സമയം പെട്ടെന്ന് കുഞ്ഞിന്റെ രൂപം മാറുകയും കുഞ്ഞ് പകുതി നാഗമായി മാറുകയും ചെയ്യുന്നു. അത് കാണുന്ന ഗംഗ പേടിച്ച് അലറി വിളിച്ച് എഴുന്നേൽക്കുകയാണ്. ഇതെല്ലാം ഗംഗ കണ്ട സ്വപ്നമായിരുന്നു. ഗംഗയുടെ വിളി കേട്ട് എഴുന്നേൽക്കുന്ന അരുൺ ഗംഗയോട് എന്താണ് കാര്യമെന്ന് ചോദിക്കുമ്പോൾ വെള്ളം കുടിച്ചിട്ട് വരാമെന്നും പറഞ്ഞ് ഗംഗ അവിടെ നിന്ന് പോകുന്ന വഴി ഗംഗ കരഞ്ഞുകൊണ്ടാണ് പോകുന്നത്. ശേഷം പൂജാമുറിയിൽ പോകുന്ന ഗംഗ ഭഗവാന്റെ മുന്നിലിരുന്ന് സ്വപ്നത്തിൽ കണ്ട കാര്യങ്ങൾ പറയുകയാണ്. എന്നിട്ട് ഗംഗ അരുൺ കുഞ്ഞിനെ കുറിച്ച് ഒത്തിരി സ്വപ്നങ്ങൾ കണ്ടതാണ്, സ്വപ്നത്തിൽ കണ്ടത് സത്യമായാൽ അരുണിന് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് കരയുകയാണ്. ഗംഗ കരയുന്നത് കണ്ടുകൊണ്ട് അവിടെ അരുൺ വരുന്നു. അരുൺ ഗംഗയെ വിളിക്കുമ്പോൾ അരുൺ കാണാതെ കണ്ണുനീര് തുടച്ചിട്ട് ഗംഗ അരുണിന്റെ അടുത്തേക്ക് പോവുകയാണ്. ഗംഗ വെറുതെ പൂജാമുറിയിൽ വന്നതാണെന്നും ഉറക്കം വരാത്തത് കൊണ്ടാണ് ഇവിടേക്ക് വന്നതെന്നൊക്കെ പറയുകയാണ്. ഗംഗ പറയുന്നതൊന്നും വിശ്വസിക്കാതെ നിൽക്കുകയാണ് അരുൺ. അപ്പോൾ അവിടേക്ക് സെൽവറാണി വരുന്നു. സെൽവറാണി ആരുടെയോ അലറിയുള്ള വിളി കേട്ട് വന്നതാണ്. സെൽവറാണി ഗംഗയോട് ദുസ്വപ്നം എന്തെങ്കിലും കണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവിടേക്ക് പുരുഷോത്തമനും വരുന്നു. പുരുഷോത്തമന് സൗണ്ട് കേട്ടാണ് അവിടേക്ക് വന്നത്. അതെല്ലാം അറിയുന്ന ഗംഗ ഭഗവാന്റെ മുന്നിലിരിക്കുന്ന ദീപം അണയാതെ ഈ ആഴ്ച നോക്കാമെന്ന് എനിക്ക് നേർച്ചയുണ്ട്, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ദീപം അണയുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി വരുമെന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന അവരെല്ലാവരും അവിടെ നിന്നും പോകുന്നു. അടുത്ത ദിവസം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയം അങ്കിള് ഗംഗയെ തന്നെ ശ്രദ്ധിക്കുകയാണ്. ഗംഗ വിഷമത്തോടെ നിൽക്കുന്നത് കാണുന്ന അങ്കിള് ഗംഗയോട് എന്താണ് കാര്യമെന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന അരുണ് ഗംഗ ഒരു ദുസ്വപ്നം കണ്ടു, അതാണ് വിഷമിച്ച് നിൽക്കുന്നതെന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന വിലാസിനിയും ഇതുപോലെ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ദുസ്വപ്നം കണ്ടു എന്നും ചിലപ്പോൾ അതുപോലെയൊക്കെ സംഭവിക്കുമെന്നും പറയുകയാണ്. അത് കേട്ട് പേടിക്കുകയാണ്
ചോദിക്കുകയാണ് ഗംഗയോട് അങ്ങനെ പറഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ച് വിലാസിനിയെ പുരുഷോത്തമൻ വഴക്ക് പറയുമ്പോൾ വിലാസിനി അവിടെ നിന്ന് ദേഷ്യത്തോടെ എഴുന്നേറ്റ് പോകുന്നു. ഗംഗയും അവിടെ നിന്ന് വിഷമിച്ച് പോകുന്നത് കാണുന്ന അരുണ് ഗംഗയുടെ പുറകെ പോവുകയാണ്. എന്നിട്ട് ഗംഗയോട് സ്വപ്നത്തെക്കുറിച്ച് ചോദിക്കുകയാണ്. എന്ത് പറയണമെന്നറിയാത്തത് കൊണ്ട് വിഷമിച്ച് കരയുകയാണ് ഗംഗ. അരുണ് നിർബന്ധിക്കുമ്പോൾ ഗംഗ കണ്ട സ്വപ്നത്തെക്കുറിച്ച് എല്ലാം പറയുകയാണ്. അതെല്ലാം കേട്ട് ഞെട്ടി നിൽക്കുകയാണ് അരുണ്. ഗംഗ കരയുന്നത് കാണുന്ന അരുണ് അതെല്ലാം സ്വപ്നമല്ലേ, അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞ് അരുണ് ഗംഗയെ സമാധാനിപ്പിക്കുകയാണ്. ഗംഗ അരുണിനോട് നമ്മുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചു കാണുമോ, ഏതെങ്കിലും പൂജ ചെയ്യാനോ നേർച്ച നടത്താനോ നമ്മൾ മറന്നുപോയോ എന്നൊക്കെ ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന അരുണ് എനിക്ക് ഒരു ദിവസം തന്നാൽ മതി, എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കാമെന്നും പറഞ്ഞ് സമാധാനിപ്പിച്ച് അരുൺ ഗംഗയെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോകുന്നു. അടുത്ത സീനിൽ പുരുഷോത്തമനും ഫാമിലിയും 2 ദിവസത്തേക്ക് ടൂർ പോവുകയാണ്. അവർ ദേവസേനയും വിളിച്ചുകൊണ്ടാണ് അവിടെ നിന്ന് പോകുന്നത്. അവർ പോകുന്നത് നോക്കി സ്വപ്നത്തെക്കുറിച്ച് ആലോചിച്ച് വിഷമിച്ച് നിൽക്കുകയാണ് ഗംഗ. അരുണിനും ഫാമിലിക്ക് എന്താണ് സംഭവിച്ചതെന്നും ഗംഗയുടെ കുഞ്ഞിനെ കുറിച്ച് അറിയാനും അടുത്ത എപ്പിസോഡ് ഇടുന്നവരെ വെയിറ്റ് ചെയ്യണേ. താങ്ക്